LDFിൽ ഉറച്ചു നിൽക്കുമെന്ന് ജോസ് കെ മാണി വ്യക്തമാക്കിയിട്ടും കേരള കോൺഗ്രസ് എമ്മിന്റെ മുന്നണി മാറ്റത്തെ ചൊല്ലി വിവാദം തുടരുകയാണ്. ജോസ് കെ മാണിയുമായി ചർച്ച നടത്തിയിട്ടില്ലെന്ന വാദം ആവർത്തിക്കുകയാണ് UDF നേതാക്കൾ. ഇതിനിടെ കേരള കോൺഗ്രസ് എമ്മിന് മുന്നിൽ വാതിലുകൾ അടച്ചിട്ടില്ല എന്ന പ്രതികരണവുമായി കോൺഗ്രസ് നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ രംഗത്തെത്തി. മുന്നണി മാറ്റമില്ലെന്ന് ജോസ് കെ മാണി വ്യക്തമാക്കിയെങ്കിലും UDF നേതാക്കൾ പ്രതീക്ഷ കൈവിടുന്നില്ല. ജോസ് കെ മാണിയോട് കടുത്ത നിലപാട് വേണ്ടെന്ന പൊതുധാരണയെ തുടർന്നാണ് കരുതലോടെയുള്ള പ്രതികരണങ്ങൾ. നമ്മുടെ നിലപാട് സമാന ചിന്താഗതിയുള്ള ആളുകളെ ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞല്ലോ, അടച്ചു എന്ന് പറയാത്തിടത്തോളം കാലം എന്താ തുറന്നു തന്നെ കിടക്കും. ഞങ്ങൾ അടച്ചു തൊട്ട് പറഞ്ഞിട്ടുമില്ല, അങ്ങനെ കിടക്കണം. കേരള കോൺഗ്രസ് എമ്മുമായി ചർച്ച നടത്തിയിട്ടില്ലെന്ന വാദം ആവർത്തിക്കുകയാണ് UDF നേതൃത്വം. ഒരു ചർച്ചയും നടന്നിട്ടില്ല. UDFുമായി ബന്ധപ്പെട്ട് വരാൻ കഴിയുന്നവർ വരട്ടെ, പക്ഷേ അത് അവരുടെ ആവശ്യപ്രകാരം മാത്രമേ ആയിരിക്കുകയുള്ളൂ. സമ്മർദ്ദം ചെലുത്തി ഞങ്ങളുടെ മുന്നണിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് ഞങ്ങൾ നേതൃത്വം കൊടുക്കില്ല. LDFിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണെന്ന് കേരള കോൺഗ്രസ് എം ഉറപ്പിച്ചു പറഞ്ഞെങ്കിലും അണികൾക്കിടയിൽ ആശയക്കുഴപ്പം മാറിയിട്ടില്ല. ഇത് രാഷ്ട്രീയമായി അനുകൂലമാകുമെന്നാണ് UDF പ്രതീക്ഷ. ഇനിയും കേരള കോൺഗ്രസ് എമ്മിനെ ക്ഷണിക്കുന്നത് ആത്മവിശ്വാസമില്ലാത്തതുകൊണ്ടാണെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണന് മന്ത്രി VN വാസവന്റെ വിമർശനം. ഞങ്ങൾ തന്നെ രക്ഷപ്പെടുകയല്ല, ഞങ്ങളെ ഒന്ന് സഹായിക്കണേ എന്ന് പറഞ്ഞിട്ട് പരാജയത്തിന്റെയും അല്ലെങ്കിൽ അവർക്ക് ആത്മവിശ്വാസം ഇല്ലായ്മയുടെയും ദൃഷ്ടാന്താണ് ഞാൻ തുറന്നിട്ടിരിക്കുന്നു വരണേ എന്ന് പറയുന്നത്. കേരള കോൺഗ്രസ് എമ്മുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണം ഇങ്ങനെ. അദ്ദേഹത്തിന്റെ നിലപാട് കൃത്യമായി അദ്ദേഹം പറഞ്ഞു, ഒരു കാരണവശാലും LDF വിട്ട് കേരള കോൺഗ്രസ് എങ്ങോട്ടും പോകുന്നില്ലെന്ന്. ആ വാക്കിനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പൂർണ്ണമായും വിശ്വാസമാണ്. മുന്നണി മാറ്റം സംബന്ധിച്ച വാദങ്ങൾ പാർട്ടി ചെയർമാൻ തള്ളിയെങ്കിലും നാളെ നടക്കുന്ന കേരള കോൺഗ്രസ് എം സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉയരും. 24 കോട്ടയം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.